ദമാക് ഹിൽസ് 2 എന്ന് പറയുന്നത് ദുബായിലെ ഒരു ലൊക്കേഷനിലോട്ട് ഞങ്ങൾ പോവാണ്. അവിടെ കുറച്ച് വർക്ക് ഉണ്ട്. അപ്പം വീഡിയോ ഷൂട്ടിങ്ങും അങ്ങനെയുള്ള കുറേ പരിപാടികളുണ്ട്. റിയൽ എസ്റ്റേറ്റ് തന്നെ ആയതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വീഡിയോ എടുക്കില്ല, അങ്ങനെയുള്ള കുറേ പരിപാടികളുണ്ട്. പിന്നെ ഇന്ന് അവിടെ നിന്നാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ രാവിലെ നമ്മൾ ഇറങ്ങിയാണ്. ഞങ്ങളുടെ ടീംസ് എല്ലാം പലതായിട്ട് പോവാം. ഞങ്ങളെല്ലാം ഒരു ബിൽഡിങ്ങിലാണ് താമസിക്കുന്നത് കേട്ടോ. രോഹിണി, ഞാൻ, ആനന്ദ്, ഞാനും ഒരേ ബിൽഡിങ്ങിലായിരിക്കുമല്ലോ. അപ്പം വേറെ ഇവള് വേറെ അതെ, ഞങ്ങളും തമ്മിലൊരു ബന്ധമില്ല. അതെ, ഞാനും ആനന്ദും തമ്മിലുള്ള ബന്ധം. ഞാനും ആനന്ദും തമ്മിൽ ചെറിയൊരു ബന്ധമാണ്. ആനന്ദിനെ കല്യാണം കഴിച്ചു. അല്ല, ആനന്ദ് എന്നെ കല്യാണം കഴിച്ചു. ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നത്. അവിടെ ചെന്നിട്ട് ഞാൻ എടുക്കാം. വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു ലോങ് വീഡിയോ എടുക്കുന്നത്. ഒരു ഒരു വ്ളോഗ് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ടൈം കിട്ടുന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച് എന്തായാലും എടുക്കണം എന്ന് വിചാരിച്ചെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് മുമ്പിലോട്ട് പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഞാൻ പറഞ്ഞാൽ ഇന്ന് വൈകിട്ട് വരെ ദമാക് ഹിൽസ് 2 ഞങ്ങൾ ഇരിക്കുന്നത്. കുറേ വർക്ക് ഉണ്ട് അവിടെ ചെന്നിട്ട്. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ കാണിക്കാം. അതൊക്കെ നിങ്ങൾക്ക് എത്രമാത്രം ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞുകൂടാ, പക്ഷേ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫിൽ അതൊക്കെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഞാൻ അതെല്ലാം കാണിച്ചു തരാം. അങ്ങനെ ലൊക്കേഷൻ എത്താറായി. ഇതെല്ലാം രാവിലെ ജോലിക്ക് അങ്ങോട്ട് പോകുന്നവരാണ് കേട്ടോ ഈ വണ്ടി. ഈവനിങ് നമ്മൾ കുറേ നേരം കഴിഞ്ഞ് പോവുകയാണെങ്കിൽ അങ്ങോട്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ നല്ല ട്രാഫിക് കാണാൻ പറ്റും. അപ്പോൾ നമ്മളവിടെ എത്തി. ഇത് അവിടുത്തെ ടൗൺ ഹൗസസ്, വില്ലാസ്, ക്ലസ്റ്റേഴ്സ് ആണ്. അപ്പം ടൗൺ ഹൗസ്, വില്ലാസ്, അപ്പാർട്ട്മെൻറ്റ്സ് എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ബാക്കിയുള്ളവരെല്ലാം വേറെ ടീമായിട്ടാണ് വരുന്നത്. അപ്പം ഞാൻ എല്ലാവരും വിളിച്ചു എത്താറായോ എന്ന്. ഒരു ടീംസൊക്കെ ആദ്യമേ എത്തി, ഇനി നമ്മളാണ് എത്തേണ്ടത്. പിന്നെ ബാക്കിയുള്ളവർ അതിൻ്റെ കൂടെ വരും. പിന്നെ ഇടയ്ക്ക് ആർക്കൊക്കെ ക്ലൈൻറ്റ് മീറ്റിംഗ് ഒക്കെ വന്നപ്പോൾ അവർ കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞ് നമ്മൾ ദമാക് ഹിൽസ് 2 എത്തി കേട്ടോ. ഇതൊരു കമ്മ്യൂണിറ്റിയാണ് ദുബായിൽ. ടൗൺ ഹൗസ്, വില്ല, അപ്പാർട്ട്മെന്റ്സ് എല്ലാം വരുന്നത്. ദമാക്ക് ഇവിടെ ദുബായിലുള്ള എല്ലാവർക്കും ദമാക്കിനെ അറിയാമല്ലോ. അപ്പം നമ്മളിവിടെ വന്ന് ഇനി ഓഫീസിൽ പോയിരുന്ന് വർക്ക് ചെയ്യണം. അതിന് മുമ്പ് നമ്മളിവിടെ പ്രോജക്ട്സ് ഒക്കെ ഇങ്ങനെ നോക്കും. എനിക്കറിയത്തില്ല എന്തിനാ ഇതൊക്കെ നിങ്ങളോട് പറയുന്നത്, പക്ഷേ എനിക്ക് ഈ വ്ളോഗിൽ എന്തെങ്കിലുമൊക്കെ ഒരു അതെ, അതും കൊണ്ട് ഞാനിങ്ങനെ പറയുക. കൺസ്ട്രക്ഷൻ നടക്കുക കേട്ടോ. നമ്മളിങ്ങോട്ട് വന്നതാണ്. ഇവിടെ സെയിൽസ് സെന്ററിലോട്ടാണ്. ഇവിടെ നമ്മൾ പ്രോപ്പർട്ടിയുടെ ഓരോ കൺസ്ട്രക്ഷൻ, ഇവിടെ ഓരോ ക്ലസ്റ്റേഴ്സ് ആയിട്ടാണ്. അപ്പം ആ കൺസ്ട്രക്ഷൻ നടക്കും ഇവിടെ എല്ലാത്തിൻ്റെയും. ഈ സെയിൽസ് സെന്ററിലോട്ട് പോട്ടെ, അവിടെ നമുക്കിന്ന് വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ടീമിലുള്ള എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിനി വർക്ക് ചെയ്ത് തുടങ്ങട്ടെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള വ്ളോഗ്സ് ഞാൻ ഇടാം. നമ്മൾ ദമാക് ഹിൽസ് 2 വന്നിട്ട് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയ്ക്കാണ് ഒരു വീഡിയോ എടുക്കുക. അപ്പം പ്രോജക്റ്റ് എക്സ്പ്ലനേഷനൊക്കെ ചെയ്യണം. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ 3 മണിയാകുമ്പോൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതാണ്. ഇവിടെ ഷോപ്പിന്റെ പേരെന്തോടെ കൂൾ ഗ്രാൻഡ്. ദമാക് ഹിൽസ് 2 അകത്ത് തന്നെ ഉണ്ട്. ഇത് ഷോപ്പും മോളും എല്ലാം വരുന്നുണ്ട് ഈ കമ്മ്യൂണിറ്റിയുടെ അകത്ത് തന്നെ. അത് നമ്മളെല്ലാം ഓർഡർ ചെയ്തിട്ട് എന്താണെന്ന് അറിയത്തില്ല. ഇങ്ങനെ ഒരിക്കലും മോൻ കാണിക്കത്തില്ല. രാജേഷ് നീ എന്തിനും മോൻ കാണിക്കാതെ? ഇത് ഞങ്ങൾ 2 കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്. ഉറപ്പായിട്ടും വരും. പിന്നെ യൂട്യൂബ് വരാനല്ലേ ഞാൻ വ്ളോഗ് എടുക്കുന്നത്. ഇത് സുജി. നമസ്കാരം, ഞാൻ സുജി. ഇപ്പൊ എന്നോട് നടക്കുന്നവരെല്ലാം ടിഷ്യൂ മൂടിയിട്ട് എന്നോട് നടക്കുന്നത് എന്താണെന്ന് അറിയത്തില്ല. ഇത് ആനന്ദ്, എല്ലാവർക്കും അറിയാം എനിക്ക് ആനന്ദ്. അത് കൃതിക, ഞങ്ങളുടെ ഓഫീസിന്റെ അഡ്മിൻ. ഇനി ഈ ഫുഡ് വരുമ്പോ ഞാൻ ബാക്കി എടുക്കാം. കണ്ടോ, വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആരും പിന്നെ അനങ്ങത്തില്ല. അതാ സുജി കണ്ടോ പേടിച്ചിരിക്കുന്ന പോലെ. ഹായ് ലക്ഷ്മി. ലക്ഷ്മിക്ക് സുഖമല്ലേ ലക്ഷ്മി? ഞാൻ ആക്റ്റീവ് ആണല്ലോ ലക്ഷ്മി. ഹലോ, ഞങ്ങൾ ദമാക്കിൽ നേരത്തെ വന്നു എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ദമാക്കിൽ വന്നിട്ട് ഇവിടെ ഇരുന്ന് വർക്കൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പം കുറച്ച് നേരം നമ്മളൊരു ബ്രേക്കൊക്കെ എടുത്ത് ഫുഡ് കഴിക്കാൻ പോയിട്ട് തിരിച്ചു വന്നു.
പിന്നെ കുറച്ച് പേർക്ക് ക്ലൈം മീറ്റിംഗ് ഉണ്ടായിട്ട് എല്ലാവരും പോയി. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്കാണ്, നമ്മൾ കുറേ വീഡിയോ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മളിവിടുന്ന് ഇറങ്ങുകയാണ്. എനിക്കിനി ഒരു ക്ലൈം മീറ്റിംഗ് കൂടെ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് വേണം ഇനി പോവാൻ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു മണിക്കൂറിനുള്ളിൽ ആനന്ദ് വീഡിയോ എടുക്കാൻ പോയേക്കാം. ആനന്ദിൻ്റെയാണ് ലാസ്റ്റ് വീഡിയോ, ബാക്കി എല്ലാവരും വീഡിയോ എടുത്തു. കുറച്ച് പേര് ഞാൻ പറഞ്ഞില്ലേ ക്ലൈം മീറ്റിങ്ങിന് പോയി, എനിക്കും ഉണ്ട് ഒരു ക്ലൈം മീറ്റിംഗ്. അപ്പോൾ ആനന്ദ് വീഡിയോ എടുത്തിട്ട് നമ്മളിവിടുന്ന് ഇറങ്ങും. ഇപ്പോൾ 6:30-7 മണിക്കുള്ളിൽ നമ്മളിവിടുന്ന് ഇറങ്ങും. 6:30-7 മണിക്കുള്ളിൽ നമ്മളിവിടുന്ന് ഇറങ്ങും. അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് താമസിച്ചാണ് ഫുഡ് കഴിച്ചു. അതിൻ്റെ ഒരു എന്താ പറയുന്നത്, ഒരു ക്ഷീണമുണ്ട്. അപ്പം ബാക്കിയുള്ളത് പോകുന്ന വഴിക്ക് ഞാൻ കാണിച്ചു തരാം. കുറേ നാളുകൾക്ക് ശേഷം ഒരു വർക്കിംഗ് ഡേ ഇൻ മൈ ലൈഫ് എടുത്തോണ്ടാന്ന് തോന്നുന്നു. ഭയങ്കര എങ്ങനെ വ്ളോഗ് എടുക്കണമെന്ന് ഒരു 4 മാസത്തിൽ കൂടുതലാണ് ഞാനൊരു വ്ളോഗ് എടുത്തിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബ്രേക്ക് വരുന്നുണ്ട് എനിക്ക്. അപ്പോൾ ഇനി തിരിച്ച് വീട്ടിലോട്ട് ഒരു ചായയോടെ കുടിക്കണം, അതാണ് ഞങ്ങളുടെ അടുത്ത പ്ലാൻ. ഹലോ, ഞാൻ വ്ളോഗ് എടുത്തുകൊണ്ടിരുന്ന കാര്യം മറന്നുപോയി. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്തി, ക്ലയൻറ്റ് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തി ഫ്രഷായി. നമ്മളിപ്പോൾ ഒരു ചായ കുടിക്കാൻ പുറത്തോട്ടിറങ്ങിയതാണ് ഞാനും ആനന്ദിവിടെ. അപ്പോൾ നമ്മളൊരു ചായയൊക്കെ കുടിച്ചിട്ട് ചെറിയ ഡ്രൈവിനൊക്കെ പോയിട്ട് ഇനി തിരിച്ച് വീട്ടിലോട്ട് പോകണം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ, ഒരു വർക്കിംഗ് ഡേ ഇൻ മൈ ലൈഫ് കഴിഞ്ഞു. അപ്പോൾ ഇനി അടുത്ത വ്ളോഗിൽ കാണാം. ഓക്കെ, ബൈ ബൈ.